പ്രൈസ് ലോർഡ്. ക്രിസ്തയേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തീയ വന്ദനം. ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 84-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. ഇവിടെ നോക്കുക, നമുക്കറിയാം ഈ സങ്കീർത്തനം 84 കോരഹപുത്രന്മാരുടെ സങ്കീർത്തനം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. കോരഹപുത്രന്മാരുടെ ഗീതങ്ങൾ എന്ന് പറയും. ഹല്ലേലൂയ. കോരഹപുത്രന്മാർ ആരാന്ന് ചോദിച്ചാൽ കോരഹിന്റെ മക്കളാണ് ഈ കോരഹപുത്രന്മാർ. പിതാക്കന്മാരുടെ പാപം മരുഭൂമിയിൽ മോശയോടെ മറുതലിച്ച് ദൈവത്തിന്റെ ക്രോധത്തിന്റെ പാത്രങ്ങളായ മാറിയ പിതാക്കന്മാരുടെ സന്തതിയാണ് കോരഹപുത്രന്മാർ. ദൈവം ഭൂമിയെ പിളർന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് തിരുവചനം വായിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും പിതാക്കന്മാർ അകൃത്യം ഈ തലമുറയോട് കണക്കിടാതെ വണ്ണം ദൈവം അവരെ ദൈവത്തിന്റെ ഭാഗമാക്കി മാറ്റി നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഈ കോരഹപുത്രന്മാർ തങ്ങൾക്ക് ദൈവസന്നിധി വരുവാൻ യാതൊരു പദവിയും ഇല്ലാതിരിക്കെ, അല്ലെങ്കിൽ യാതൊരു യോഗ്യതയും ഇല്ലാതിരിക്കെ, ഹല്ലേലൂയ, പിതാവ് ചെയ്ത അകൃത്യത്തിന്റെ ഫലം മക്കളുടെ മേൽ ദൈവം കണക്കിടാതെ, സ്തോത്രം, ആ ദൈവം അല്ലെങ്കിൽ ദൈവത്തോടെ കോരഹപുത്രന്മാർ മറുതലിക്കാതെ, കാരണം ദൈവം വിളിച്ചിറക്കിയതാണല്ലോ, മോശ മുഖാന്തരം വിളിച്ചിറക്കിയതാണ്. പക്ഷെ എന്നാൽ ഞങ്ങളുടെ അപ്പനെ മരുഭൂമിയിൽ വെച്ച് ദൈവം കൊന്നു കളഞ്ഞു എന്ന് പറയാതെ ആ ദൈവത്തോട് മറുതലിക്കാതെ അപ്പൻ ചെയ്ത തെറ്റിന്റെ അലലിയെ കാണുമെന്തെന്ന, അല്ലെങ്കിൽ ദൈവം തങ്ങളെ ശിക്ഷിച്ചത് എന്തിനാണെന്ന് ആ കോരഹപുത്രന്മാർക്ക് മനസ്സിലായി. അവര് ദൈവസന്നിധിയിൽ അല്ലേലിയ ചേർന്ന് നിൽക്കുവാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസത്തിൽ കടന്നു വന്നിട്ടുണ്ടാകാം. പക്ഷേ നമ്മുടെ പാപങ്ങളെ ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ദൈവം എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കും? പക്ഷെ എന്നാൽ ദൈവം അങ്ങനെ ഒരാളെ ശിക്ഷിക്കത്തില്ല. ദൈവം സ്നേഹിക്കുന്ന മനുഷ്യനെ ശിക്ഷിക്കും, ദൈവസ്നേഹം മടക്കി കൊണ്ടുവരാൻ. പക്ഷെ ചിലതിനെ ഒന്നും ദൈവം ശിക്ഷിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അത് ശിക്ഷിച്ചാലും നേരെയാകത്തിൽ ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം ചിലതിനെയൊക്കെ ഉപേക്ഷിക്കണേ. നോക്കുക, ഇവിടെ കോരഹ മരുഭൂമിയിൽ ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞ് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അല്ലെങ്കിൽ അപ്പനോട് ദൈവം ചെയ്ത അല്ലെങ്കിൽ നിയമമോ, അല്ലെങ്കിൽ അപ്പൻ ദൈവസേന അകന്നു പോയത് കൊണ്ടാണ് അപ്പൻ ആ ശിക്ഷയ്ക്ക് പാത്രമായത് മനസ്സിലാക്കിയ അപ്പനെ ദൈവത്തെ കുറ്റം പറയാതെ ഹല്ലേലൂയ അപ്പൻ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചു. അത് ദൈവത്തിന്റെ നീതിയാണ്, ദൈവത്തിന്റെ ന്യായമാണെന്നാണ് ഈ കോരഹപുത്രന്മാർക്ക് മനസ്സിലായ ഒരു കാര്യം. സ്തോത്രം. നമ്മൾ ഈ കാലങ്ങളിൽ ശരിക്കും പഠിക്കണം. ഈ കാലം ദൈവം ആണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ന്യായീകരണത്തിനോ നമ്മുടെ ഇഷ്ടങ്ങൾക്കോ നമ്മൾ ചെയ്ത പാപങ്ങളെ ന്യായീകരിക്കാതെ, ആദാം ന്യായീകരിച്ചു, നമുക്ക് കാണുവാൻ കഴിയും. ആദാമേ, നീ ഇത് പറിച്ച് തിന്നുവെന്ന് ചോദിക്കുമ്പോൾ ആദാം പറഞ്ഞു, നീ തന്ന സ്ത്രീ എനിക്ക് തന്നു, ഞാൻ തിന്നു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ചു പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലല്ലയാ അവിടെ ഒരുപക്ഷെ ആദാമിനെ ദൈവം ശിക്ഷിക്കുമായിരുന്നില്ല. പക്ഷേ ന്യായീകരിച്ചു. ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറയുക. അല്ലല്ലയ എല്ലാം കാണുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എല്ലാം അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ദൈവസന്നിധി നമ്മൾ എന്ത് ചെയ്യരുത്? ആമേൻ, ഹല്ലേലൂയ, നമ്മെ തന്നെ ന്യായീകരിക്കരുത്. സ്തോത്രം. പകരം ദൈവസന്നിധി സമർപ്പിച്ചു കൊടുക്കുക നമുക്ക്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ അപ്പൻ ചെയ്ത പാപങ്ങൾക്ക് പരിണിത ഫലമായി മക്കൾ നശിച്ചു പോയതായി കാണുന്നു. കാരണം അവര് ദൈവമാണ് നമ്മൾക്ക് മനസ്സിലായി. സ്തോത്രം. ആ ദൈവസന്നിധിയിലേക്ക് ആ മക്കൾ അടുത്തു വരുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അവർ വന്ന നിമിത്തം അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി. സങ്കീർത്തന പുസ്തകങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ 150 സങ്കീർത്തനങ്ങളുണ്ട്, അധ്യായങ്ങൾ. അതിൽ കോരഹപുത്രന്മാരുടെ ഗീതങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അവർ ദൈവത്തിന് അകന്നു പോയില്ല. ഇവിടെ പറയുകയാണ്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഭൗതികമായി അനുഗ്രഹം പ്രാപിക്കുന്നവനെ കുറിച്ചല്ല ബൈബിൾ പറയുന്നത്. ആത്മീകമായി ഉന്നമനത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഭാഗ്യവാൻ എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ പറയുകയാണ്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള മനസ്സിൽ എന്ന് പറയുകയാണ്. ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിനല്ല അവിടെ പറഞ്ഞ മനസ്സ്. നമ്മുടെ മനസ്സിലാണ് എല്ലാ ചിന്തകളും ഇരിക്കുന്നത്.
നമ്മുടെ മനസ്സിലാണ് നമ്മുടെ നിരൂപണങ്ങൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അമ്മേ, നമ്മുടെ മനസ്സാണ് സംസാരിച്ചു. പലപ്പോഴും നമ്മൾ മനസ്സിൽ എന്ത് ചെയ്യുക, സംസാരിക്കും അല്ലെ, മനസ്സ് നമ്മൾ സംസാരിക്കും. ഹല്ലേലൂയ. ആ മനസ്സ് നമ്മൾ തീരുമാനം എടുക്കുന്നത് പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് കൊണ്ടുവരുന്നത്. ഇവിടെ പറയുകയാണ്, അമ്മേ, ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവ എങ്ങനെ ബലം നിന്നിലുള്ള മനുഷ്യൻ, ആ മനുഷ്യന്റെ മനസ്സിൽ അല്ലേലിയ, അവന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ, അറകളിൽ, ഹൃദയത്തിന്റെ അറകളിൽ അല്ലേലിയ, ദൈവസന്നിധിയിലേക്കുള്ള വഴികൾ ഉണ്ട് എന്ന സ്തോത്രം. ഇവിടെ പറയും ബലം നിന്നിലുള്ള മനുഷ്യൻ, ഇവിടെ ദൈവത്തിൽ ബലമുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ളവർ, അതായത് ദൈവത്തിൽ ബലമുള്ള മനുഷ്യന്റെ മനസ്സിൽ, അവന്റെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ അവൻ അനേക വഴികൾ ഉണ്ടെന്നാണ്. പെരുവഴികൾ, ആർക്കും കാണുവാൻ കഴിയാത്ത മറഞ്ഞു കിടക്കുന്ന വഴികളുണ്ട്. ഹല്ലേലൂയ. എവിടെ? ദൈവസന്നിധിയിലേക്ക്. നമുക്ക് പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരാമായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ സന്നിധി ബലമുള്ള മനുഷ്യന് ഹല്ലേലൂയ, ദൈവ സന്നിധിയിലേക്ക് കടന്നു പോകുവാൻ അനേക വഴികളുണ്ട്. പല ആൾക്കാരും നമ്മൾ കാണുവാനെങ്കിൽ വിശ്വാസി പ്രതിസന്ധികൾ വന്നു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? പിന്മാറി പോകും. നമുക്ക് കാണുവാൻ കഴിയും. അവർക്ക് ദൈവസന്നിധിയിലേക്ക് വരുവാൻ വേണമെങ്കിൽ അവർക്ക് സാധിക്കും. ഹല്ലേലൂയ. അവർക്ക് പിന്മാറി പോകാതെ അവരുടെ ജീവിതത്തിൽ വന്നു, ഓക്കെ, സംഭവിച്ചു, ഞാൻ ദൈവത്തെ വിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ അവസരങ്ങൾ ഉണ്ട്, അല്ലെ, സാഹചര്യങ്ങളുണ്ട്. പക്ഷേ എന്നാൽ അല്ലേലിയ, വില നഷ്ടപ്പെട്ടു പോകുമ്പോൾ അല്ലേലിയ, ദൈവത്തിൽ ആശ്രയിക്കാതെ മാനുഷികമായി ആശ്രയിച്ചിട്ട് അവരെന്ത് ചെയ്യും? ലോകത്തിന്റെ വഴികളിലേക്ക് പോകും. ഇവിടെ പറയുന്നത് ബലം നിന്നിലുള്ള മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അല്ലെ, അങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്ക് വരും. എവിടെയാ സിയോൻ എന്ന് പറയുന്നത്? ദൈവത്തിന്റെ ആലയത്തെയാണ് കാണിക്കുന്നത്. അല്ലേലിയ, ഉയർന്ന പട്ടണത്തെ കുറിച്ചാണ് പറയുന്നത്. അത് ദൈവത്തിന്റെ ആലയമാണ്. അവിടെ പെരുവഴി, ദൈവസന്നിധിയിൽ നിങ്ങളുടെ വിഷയങ്ങൾക്കുള്ള പരിഹാരങ്ങളുണ്ട്. അല്ലേലിയ. എങ്ങനെ? ബലം ദൈവത്തിൽ ആശ്രയിക്കുന്നവന്. അല്ലേലിയ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്, അല്ലേലിയ, ദൈവത്തിൽ ആശ്രയിക്കുന്ന എന്നേക്ക് സ്ഥിരമായ വഴികൾ ഉണ്ട്. അല്ലേലിയ. നമ്മൾ പലപ്പോഴും മാനുഷികമായ വഴികൾ നമ്മൾ കടന്നു പോകുന്നത്, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ പോയി അവസാനം നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇനി ഒന്നും പറ്റത്തില്ല എന്ന് പറയുന്ന മേഖല ദൈവത്തിൽ ആശ്രയിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ഈ ആശ്രയം, നമ്മുടെ ബലം ദൈവത്തിലായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്കാണ് സിയോനിലേക്കുള്ള പെരുവഴിയിൽ ഉണ്ട് എന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ കണ്ണുനീരിന്റെ അവസ്ഥകൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, വേദനകൾ കടന്നു വരുമ്പോൾ അവരെന്ത് ചെയ്യാം? അത് സന്തോഷമാക്കി മാറ്റും. കാരണം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ക്രിസ്തുവിലുള്ള ഒരു വ്യക്തി അവന്റെ ചെയ്ത് കഷ്ടങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ അവനെ സന്തോഷമാക്കി എടുക്കും. കാരണം ഞാൻ ദൈവസന്നിധിയിലാണ് നിൽക്കുന്നത്. ദൈവത്തിന്റെ ഭക്തിയെ മുറുകെ പിടിച്ചാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ കഷ്ടങ്ങൾ എന്നെ തളർത്തി കളയുകയില്ല. ഹല്ലേലൂയ. ഈ ഈ രോഗം എന്നെ തളർത്തിക്കളയും, ഈ കടം എന്നെ തളർത്തി കളയില്ല, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്നെ തളർത്തി കളയത്തില്ല. നമ്മുടെ ജീവിത കഷ്ടങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ വേദനകൾ വരുമ്പോൾ, നമ്മെ ഉടച്ചു കളയുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അവിടെ ഹല്ലേലൂയ, ദൈവത്തിൽ ബലമുള്ള മനുഷ്യൻ, ഹല്ലേലൂയ, ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്ന മനുഷ്യൻ, കണ്ണുനീര് താഴെ കൂടെ കടന്നു പോകുന്ന മനുഷ്യൻ, അത് അവൻ ജലാശയമായി തീരും. അവന്റെ മനസ്സിലാണ്. അവൻ പറയും, അതെ, എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ അനേക വഴികളുണ്ട്, എനിക്ക് വേണ്ടി തുറക്കുന്ന അനേക വഴികൾ ദൈവസന്നിധിയിൽ ഉണ്ട് എന്ന് പറയും. എവിടെ? ബലമുള്ള മനുഷ്യൻ. ആത്മീയത ക്ഷീണിച്ചു പോയാലും പറയും, അയ്യോ ദൈവമേ, നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് ദൈവത്തെ നമ്മൾ കുറ്റപ്പെടുത്തും. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിൽ ബലമുള്ള മനുഷ്യൻ പറയും, ദൈവത്തിൽ വിശ്വാസമുള്ള മനുഷ്യൻ, ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ പറയും, അതെ, എന്റെ കണ്ണുനീരിന്റെ അനുഭവങ്ങളോ അതിനെ നീരുറവാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ വിശ്വാസം അവന്റെ ദുഃഖങ്ങളെ അവൻ അനുഗ്രഹങ്ങളാക്കി മാറ്റും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്നത്, ഒരു പക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, എന്റെ ബലം അവിടെയാണ്, എന്റെ മക്കളിലാണ് എന്റെ ബലം, എന്റെ ഭർത്താവിലാണ് എന്റെ ബലം. നിങ്ങൾ കുഴഞ്ഞു പോകും കേട്ടോ. പക്ഷെ ദൈവത്തിൽ ആശ്രയമുള്ള ഒരു ഭക്തനായ മനുഷ്യൻ, വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഏത് പ്രതിസന്ധി നടുവിലും പെട്ടെന്ന്
നമ്മുടെ മൈൻഡിനെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഇടയായിത്തീരണം. സ്തോത്രം. എന്നാൽ നിങ്ങൾ കുഴഞ്ഞു പോകത്തില്ല, എന്നാൽ നിങ്ങളുടെ ബലം നഷ്ടപ്പെട്ടു പോകത്തില്ല. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തില അമ്മ ദൈവത്തിന്റെ ബലത്ത് നൽകട്ടെ. അല്ലെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യന് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യന് ദൈവം തന്റെ ബലം പകരുമെന്ന് അതേ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിൽ, ശകലവും എന്നല്ല പറഞ്ഞേ, സകലത്തിലും ഹല്ലേലൂയ മതിയാകുന്നു. അല്ലെ, നമ്മെ ശക്തനാക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഹല്ലേലൂയ. നമ്മെ സകല വിഷയങ്ങളിലും നമ്മെ ശക്തിയിലേക്ക് കൊണ്ടുവരാൻ, നമ്മെ സകല വിഷയങ്ങളുടെ നടുവിലും നമ്മെ യഥാർത്ഥമായ സ്ഥിരതയിലേക്കും യഥാർത്ഥമായ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ സർവശക്തനായ ദൈവത്തിന് കഴിയും. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ കുഴഞ്ഞു പോകുകയില്ല. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കും. അമ്മേ, അല്ലെ കരഞ്ഞും അല്ലെ തളർന്നു പോയിരിക്കുന്നവരാണോ? ഹല്ലേലൂയ. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നവരാണോ എന്നെ കേൾക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിലുള്ള ബലത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ, ദൈവത്തിൽ ആശ്രയം നിങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ, ദൈവ വചനത്തിനകത്ത് നിങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവിക ഉപദേശത്തിനകത്ത് നിങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ, നിങ്ങൾ കുഴഞ്ഞു പോകുവാൻ, അല്ലെ നിങ്ങൾ ക്ഷീണിച്ചു പോകുവാൻ ദൈവം ഒരു നാളും അനുവദിക്കത്തില്ല. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം ഹല്ലേലൂയ നിങ്ങളെ മാനിക്കട്ടെ, നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ദൈവം നമ്മെ ഒന്നിച്ച് സഹായിക്കട്ടെ. ആമേൻ.